ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി ഹൈ. നമുക്കിന്ന് കേരള ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാം എന്നാണ്? ഒക്ടോബർ 23rd അധികം സമയമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, നല്ലൊരു പോസ്റ്റ് തന്നെയാണ് കേരള ബാങ്ക് ജൂനിയർ ക്ലർക്ക്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is or are correct? First statement, the maximum maturity period of RD is 100 months. Second, the headquarters of Bank of Baroda is at Mumbai. Third, Pradhan Mantri Jeevan Jyoti Bima Yojana was started on 2015. Option A only 1, option B 1 and 2, option C only 3, option D all of this. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കണം. കാരണം JCI എക്സാം എഴുതിയവർക്കും അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി PSC ചോദിച്ച് കാണാറുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പോവാ നിങ്ങൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നേരിട്ട് ഓരോ ക്വസ്റ്റ്യൻ മാത്രമല്ലാതെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികം ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ മാക്സിമം മെച്യൂരിറ്റി പീരീഡ് ഓഫ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഈസ് 100 months. 100 മാസമാണോ RDയുടെ മാക്സിമം മെച്യൂരിറ്റി പീരീഡ് വരിക? അല്ല, എത്രയാണ്? 6 മാസം തൊട്ട് 10 വർഷം വരെയാണ്. അപ്പൊ മാക്സിമം മെച്യൂരിറ്റി പീരീഡ് എത്രയായിരിക്കും? 120 മാസമായിരിക്കും. 10 വർഷം അല്ലെങ്കിൽ 120 മാസമായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. സെക്കൻഡ്, ഹെഡ്ക്വാർട്ടേഴ്സ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലല്ല, വഡോദരയിലാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. തേർഡോ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന 2015 സ്റ്റാർട്ട് ചെയ്തത്? യെസ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന 2015 സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന, അതുപോലെയുള്ള സ്കീംസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. JCI എക്സാമിനാണെങ്കിലും ചോദിച്ചിരുന്നു. അപ്പൊ ഈ പറഞ്ഞ സ്കീംസ് ഒക്കെ ലോഞ്ച് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ഏതൊക്കെ ഏജ് ലിമിറ്റിനുള്ളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലത്തെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാ. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്താണ്? അതൊരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് അല്ലേ? അതുപോലെ തന്നെ 18 തൊട്ട് 50 വയസ്സ് വരെ ഉള്ളവർക്കാണ് എന്താ ഈ ഒരു സ്കീം അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരിക എന്താണ്? only 3, ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരിക. സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ് എന്താ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇവിടെ കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളപ്പോ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എക്സാമിന് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ആ ഒരു എക്സാമിന്റെ ടെൻഷനിലൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഇൻകറക്റ്റിന്റെ കറക്റ്റ് എന്ന് വായിച്ചാൽ ഇൻ കാണില്ല, കറക്റ്റ് മാത്രം കണ്ട് ആ ഒരു രീതിയിൽ ആൻസർ ചില കുട്ടികൾ എഴുതിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും, പക്ഷെ എന്താണ് വായിച്ച് മനസ്സിലാക്കിയതിൽ വന്ന ഒരു പാകപ്പിഴവ് കാരണം തെറ്റായ ആൻസർ ചില കുട്ടികൾ എന്താ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ആൻസർ എഴുതുക. ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1, ക്ലാസ് വാർ ഈസ് എ ഫീച്ചർ ഓഫ് സോഷ്യലിസം. Statement 2, Karl Marx is known as father of modern socialism. Statement 3, communism is an extreme form of socialism. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ക്ലാസ് വാർ ഈസ് എ ഫീച്ചർ ഓഫ് സോഷ്യലിസം. ആണോ? ക്ലാസ് വാർ എന്തിന്റെയാണ്? ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഒന്നെങ്കിൽ A വരും, അല്ലെങ്കിൽ B വരും, അല്ലെങ്കിൽ D വരും എന്ന് മനസ്സിലായി. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, കാൾ മാർക്സ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം. കാൾ മാർക്സ് എന്താണ്? മോഡേൺ സോഷ്യലിസത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആണോ? യെസ്, അത് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ B വരില്ല എന്ന് മനസ്സിലായി. അപ്പൊ തന്നെ നമുക്ക് എന്താ വേണമെങ്കിൽ ആൻസർ കൊടുക്കാം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത്. 1 and 3 ഓപ്ഷനിൽ ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ A only 1. അപ്പൊ തന്നെ ടൈം കളയാതെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. കമ്മ്യൂണിസം സോഷ്യലിസത്തിന്റെ എക്സ്ട്രീം ഫോം തന്നെയാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ A only 1 ആണ്. ഈ ഒരു ഓപ്ഷനിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ എന്താ നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പോവാതെ തന്നെ നമുക്ക് എന്താ ആൻസർ കിട്ടും. ഇത് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, തേർഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോകണോ? വേണ്ട. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഓപ്ഷൻ എയോ ബിയോ വരുള്ളൂ. only 3യും ഓപ്ഷൻ എയോ ബിയോ ഡിയോ വരുള്ളൂ എന്ന് മനസ്സിലായി. C വരില്ല എന്ന് മനസ്സിലായി. കാരണം A എന്താണ്? ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോഴോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്
ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ബിയും ഡിയും വരില്ല. പിന്നെ ഉള്ളത് എ ഉള്ളൂ. only one. അപ്പൊ തന്നെ നമുക്ക് എന്താ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. Okay, third question. Which of the following statement is or are incorrect? First statement എന്താണ്? Cooperation among cooperatives is also known as principle of growth. Second, NAFED CTC is a product of NAFED. Third, IFCO introduced Kisan Sanjar Limited. Option A only one, option B 2 and 3, option C only 2, option D none of this. ഇവിടെ നമുക്ക് നോക്കാം. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് അല്ലേ? ഈ ഒരു പ്രിൻസിപ്പിളിനെ എന്ത് പേരിലും കൂടി അറിയപ്പെടും? പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് അറിയപ്പെടും, കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡോ നാഫെഡ് CTC, നാഫെഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തേർഡോ ഇഫ്കോ ഇൻട്രൊഡ്യൂസ് കിസാൻ സഞ്ചാർ ലിമിറ്റഡ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൺ ഓഫ് ദിസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നൺ ഓഫ് ദിസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇഫ്കോയും നാഫെഡ്, നബാർഡ് അതുപോലത്തുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഓർഗനൈസേഷൻസ് ആണ്. അവയെ പറ്റിയും അതുപോലെ ഇഫ്കോയൊക്കെ കൊണ്ടുവന്ന കുറെ അധികം സ്കീംസും പ്രൊജക്ട്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് വേണം പോവാൻ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, next question. Which of the following is a device used to connect more than one computer together in a network? ഒരു നെറ്റ്വർക്കിൽ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ എ മോഡം, ഓപ്ഷൻ ബി ഹബ്, ഓപ്ഷൻ സി TCP, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇത് സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ഹബ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതുപോലെ കേരള ബാങ്ക് എക്സാമിന് IT നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. JCI എക്സാമിന് IT കുറച്ച് പാടായിരുന്നു എന്ന് വെച്ച് കേരള ബാങ്ക് എക്സാമിനും പാടാവണമെന്നില്ല. ചിലപ്പോൾ PSC നടത്തിയ ബാക്കി മുൻകാലങ്ങളിൽ നടത്തിയ എക്സാംസ് എടുത്തു നോക്കിയാൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ IT സിമ്പിൾ ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കേരള ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാം വരുമ്പോൾ അതിന് സിമ്പിൾ ആയിട്ടാണോ IT ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ IT നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാ. ഓക്കെ, ബാക്കി സബ്ജക്ട് കോപ്പറേഷനും കോപ്പറേറ്റീവ് ലോയും ഓഡിറ്റിങ്ങും ബാങ്കിങ് ഒക്കെ പഠിക്കുമ്പോൾ ITക്കും അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ഒരിക്കലും വിട്ട് കളയരുത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേയ്മെന്റ് ബാങ്ക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് അപ് ടു. പേയ്മെന്റ് ബാങ്ക്സ് എത്ര രൂപ വരെയുള്ള ഡെപ്പോസിറ്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുക? ഓപ്ഷൻ എ ₹1 lakh, ഓപ്ഷൻ ബി ₹2 lakh, ഓപ്ഷൻ സി ₹50,000, ഓപ്ഷൻ ഡി നോ ലിമിറ്റ്. ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ₹2 lakh ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. പേയ്മെന്റ് ബാങ്ക്സിനെ പറ്റി നമുക്ക് JCIയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. പേയ്മെന്റ് ബാങ്ക്സ് ഒക്കെ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവാട്ടോ. കേരള ബാങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. ഈ ഒരു മാസം നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ എന്താണ്? സെറ്റ് ആണ്. യുവർ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ. നമ്മൾ ഇന്ന് എന്താണോ ചെയ്യണേ അതാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുക അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ ഫുൾ കോൺസെൻട്രേഷൻ പഠനത്തിന് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.